പിന്നെ നേരെ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ദിവസത്തെ അപ്പോൾ ഈ വൈകി ഇറങ്ങാനൊക്കെ വൈകുമ്പോഴേക്കും ഞാൻ നികേഷ് സാറോട് പറയണം, സാർ ചെന്നിട്ട് വേണം പാത്രം കഴുകാൻ. അപ്പോൾ കുട്ടികൾ ഉച്ചയ്ക്ക് വന്നിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് കഴിച്ചതിന്റെ അടക്കം ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ചെന്നിട്ട് വേണം സാർ പാത്രം കഴുകാൻ എന്നൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ തമാശയായിട്ട് അങ്ങനെ പറയാറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഒരു നമ്മൾ എടുക്കുന്ന നമ്മുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നു എന്നല്ല. ഞാൻ വീട്ടിൽ തുണിയൊക്കെ കൂട്ടിയിടും, അതിന് സമയം കിട്ടുമ്പോൾ മടക്കും, അല്ലാതെ ദിവസവും എല്ലാം എടുത്ത് കറക്റ്റ് തേച്ച് മിനുക്കി വെച്ചിട്ടൊന്നും അല്ല വരുന്നത്. എന്നാലും ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുക എന്നുള്ള. പിന്നെ എൻ്റെ കുട്ടികൾ, എൻ്റെ 2 മക്കളും അവര് എൻ്റെ ഈ ഒരു ജോലി എന്താണെന്ന് മനസ്സിലാക്കി വളർന്നു വന്നവരാണ്. ഹസ്ബൻഡും എന്താണ് എൻ്റെ ജോലി എന്ന് മനസ്സിലാക്കി എന്നെ വിവാഹം കഴിച്ച ആളാണ്. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് വരുന്നില്ല. എന്നാലും ചില ഹിക്കപ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ, മനുഷ്യരല്ലേ. അപ്പോൾ എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതെന്താ നീ ഇതൊന്നും ശ്രദ്ധിക്കാത്തതൊക്കെ ചോദിക്കും എന്നോട്. അപ്പോ അങ്ങനെയൊക്കെ ചോദിക്കാത്ത സൽഗുണ സമ്പന്നനെന്ന് പറഞ്ഞ് ഞാൻ ടാഗൊന്നും കൊടുക്കില്ല. ചോദ്യങ്ങൾ വരും, പക്ഷേ ചോദ്യങ്ങളെ നേരിടാൻ എന്ന് സുജയ്ക്കറിയാലോ നിലപാട്. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ മാത്രമല്ല ഇവിടെ എല്ലാ ആഴ്ചയും ഞാനപ്പോൾ ആലോചിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല ഇതൊരു നെഗറ്റീവാണ്, അതായത് എനിക്ക് എല്ലാം ഓടിയെത്താൻ പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു നെഗറ്റീവ്. പക്ഷെ ഞാൻ അതിനകത്തെ പോസിറ്റീവ് കാണുന്നത് എല്ലാ ആഴ്ചയും ആ ആഴ്ചയിലെ മുഴുവൻ ജോലിയും ചെയ്ത് തിരുവനന്തപുരത്ത് ഞങ്ങൾക്കൊരു വീടുണ്ട്. ആ വീട് മുഴുവൻ ഒറ്റയ്ക്ക് നോക്കുന്നത് ഈ പാവം ഹസ്ബൻഡാണ്. പാവം എന്നൊന്നും പറയണ്ട, മാറ്റിയേക്കാം, ഹസ്ബൻഡാണ്. അപ്പോൾ അവിടെ കാണിക്കുന്ന നമ്മൾ ആ ഒരു പാർട്ട് കൂടി കണ്ടുപോകണമല്ലോ. അപ്പോൾ ഒരു സ്ത്രീ ഇത്രയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് വലുതാക്കരുത്, അതിനേക്കാളും പണി അവിടെ എടുക്കുന്ന മറ്റൊരാളുണ്ട്. അപ്പോൾ ഈ ഫീമെയിൽ മെയിൽ നമ്മൾ എപ്പോഴും പറയുമ്പോഴേക്കും നമ്മൾ കരുതുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിച്ച് ഓഫീസിലേക്ക് പോകുന്നു, അത് തിരിച്ചു വരുന്നു, തിരിച്ചു വന്നിട്ട് ആ വീട് മാനേജ് ചെയ്യുന്നു. അപ്പം ആ വീട്ടിൽ ഞങ്ങളില്ല, ഞാനും മക്കളും ഇല്ല. അപ്പോൾ ആ വീട് മാനേജ് ചെയ്യുന്നു ഹസ്ബൻഡ് ഒറ്റയ്ക്ക്. അതിനുശേഷം ഫ്രൈഡേ ഈവനിങ്സിൽ ഒന്നുകിൽ ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ ട്രെയിനിൽ ബസ്സിൽ കയറി ലേറ്റ് നൈറ്റ് ആവും, രാത്രി 12 മണി ആകുമ്പോഴത്തേക്കും കൊച്ചിയിൽ ഭാര്യയും മക്കളെയും കാണാൻ വരികയാണ്. എന്നിട്ട് സൺഡേ നൈറ്റ് അല്ലെങ്കിൽ മൺഡേ മോർണിംഗ് ഏർലി മോർണിംഗ് തിരിച്ചു പോകണം. അപ്പോൾ ആ ഓട്ടം ഞാൻ കാണാതെ പോയിരുന്നു കഴിഞ്ഞാൽ, ഞാൻ അതിനകത്ത് ഒരു വാല്യൂ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല. സോ അവിടെ എന്നെ മഹത്വവൽക്കരിക്കേണ്ടതില്ല. കാരണം നമ്മൾ ഇത് രണ്ടുപേരും ചേർന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയമാണ്, ഒരു സന്തുലിതാവസ്ഥ അവിടെയുണ്ട്. അതാണ് എൻ്റെ ഒരു വിജയ രഹസ്യം എന്ന് ഞാൻ പറയും. പലപ്പോഴും പല സ്ത്രീകൾക്കും ഈ പറഞ്ഞ പോലെ കരിയറിൽ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റില്ല. ആഗ്രഹം ഒരുപാടുണ്ടാവും, നല്ല പഠിച്ചിട്ടുണ്ടാവും, വളരെ ക്വാളിഫൈഡ് ആയിരിക്കും, ജോലി കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ കുട്ടികളാവുന്ന സമയത്ത് പിന്നെ ഒരു പ്രൊമോഷൻ പോലും വേണ്ട എന്ന് വെച്ചിട്ട് മതി ഈ പൊസിഷനിൽ ഞാൻ ഇവിടെ ഇരിക്കാം, കാരണം അടുത്തൊരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും, എൻ്റെ ഫാമിലിയുടെ കംപ്ലീറ്റ് ബാലൻസ് പോകും. ഹസ്ബൻഡ് ജോലിക്ക് പോകാനും ഒക്കെ സപ്പോർട്ടാണ്. പക്ഷേ ചിലപ്പോൾ കുക്കിങ്ങിൽ ചെറിയൊരു സഹായം ചെയ്തു എന്ന് വരും. പക്ഷേ കംപ്ലീറ്റ്ലായിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്ത്രീകൾക്ക് തന്നെ ഒരു കുറ്റബോധമാണ്. ഈ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ ജോലി ചെയ്ത സ്ഥാപനം 24, അവിടെ നിന്ന് ഡൽഹി ബ്യൂറോയുടെ ഒരു റീവാമ്പിന് വേണ്ടിയിട്ട് എന്നോട് അവിടെ റീജിയണൽ ഇൻചാർജ് ആയിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ 2 പെൺമക്കൾക്ക് വെക്കേഷനാണ്, സ്കൂൾ അടച്ച സമയമാണ്, കഴിഞ്ഞ മെയ് ജൂൺ മാസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നോട് മെയ് 2-ാം തീയതി പറയുന്നു, സുജയ അവിടെ ഒന്ന് പോകണം, അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ എനിക്ക് മക്കളെ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം 2 പേരും ചെറുതാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇത് പറയുന്നു. ഹസ്ബൻഡിന് ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡിനെ ഈ ഓഫീസിൽ പോക്കും കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യലും എങ്ങനെ നടക്കും, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഹണി, വൈഫ് നിഷയുണ്ട്, അവരുടെ മക്കളുണ്ട്. അപ്പോൾ അവരിടയ്ക്കൊക്കെ വന്ന് ഇവിടെ തിരുവനന്തപുരത്തേക്ക് കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് ഞാൻ പോകുമ്പോൾ അവരുടെ അത്യാവശ്യ കാര്യങ്ങളിൽ അവരൊക്കെ വന്ന് സഹായിക്കും, അവരൊക്കെ വന്ന് ഇടപെടും. അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഞാൻ വളരെ ലക്കിയാണ്. എനിക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു കോണിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്ന്, അത് നമ്മൾ ഇടപെടുന്നതിൻ്റെ ഇതുകൊണ്ട് ആകാം, ആരെങ്കിലും ഒക്കെ വരും, അങ്ങനെ ഒറ്റപ്പെട്ടു പോകാറില്ല. ഒരു മാധ്യമധർമ്മം എന്ന് പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ഒരു ജേർണലിസ്റ്റിന് കുറേ എത്തിക്സ് ഉണ്ട്. സോ ഇപ്പോൾ പോകുന്നൊരു മാധ്യമ കൾച്ചർ ആയിരുന്നില്ല സുജയ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന സമയത്ത്. നമ്മുടെ കേരളത്തിലെ മാധ്യമ കൾച്ചർ വളരെ സിമ്പിളായിരുന്നു, പക്ഷേ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ 10 വർഷം കഴിയുമ്പോൾ അതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ ഒരു മാറ്റം ഏത് രീതിയിലാവണം എന്നാണ് സുജയ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് ആ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്, പ്രോ പീപ്പിൾ ആകണം. അല്ലാതെ നമ്മൾ ബ്രേക്കിങ്ങിന് വേണ്ടി ബ്രേക്കിംഗ് എന്നുള്ളതല്ല. ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടും, നമ്മുടെ മാധ്യമത്തെ ഇഷ്ടപ്പെടും, തേടി വരും. അപ്പോൾ ഇത്ര വർഷം പഴക്കമുള്ള ബ്രാൻഡ് എന്നുള്ള ആ ഒരു പാറ്റേൺ ഒക്കെ ബ്രേക്ക് ചെയ്യപ്പെടും ഇനി അങ്ങോട്ട്. ഇപ്പോൾ കണ്ടില്ലേ, എന്തുകൊണ്ടാണ് ഞാൻ മറ്റൊരു സ്ഥാപനം ചൂസ് ചെയ്തതിൻ്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞു, അവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വന്നപ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇന്നോവേഷൻസിലേക്ക് നമ്മൾ പോകണം. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ വൈബ്രൻസി എന്ന് പറയുന്നത് ഞാൻ 2007 ദൂരദർശനിൽ അവതരിപ്പിച്ചപ്പോഴത്തെ സ്ക്രീൻ വൈബ്രൻസി അല്ല ഇന്ന് ഞാൻ 2023 റിപ്പോർട്ടിലിരിക്കും. അത് വ്യക്തിപരമായി എനിക്കും അതോടൊപ്പം തന്നെ സാങ്കേതിക സംവിധാനങ്ങൾക്കും വെർച്വൽ പ്രൊഡക്ഷന്റെ കാലമാണിത്. എത്രയെത്ര സാധ്യതകൾ ലോകം മുഴുവനുണ്ട്. അപ്പോൾ ഞാൻ ഈ കേരളത്തിലെ
മാത്രം മാധ്യമങ്ങളെയോ അങ്ങനെയല്ല ഒരിക്കലും ഞാൻ കാണാറുള്ളത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകയാവുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി നമ്മുടെ കേരളത്തിലിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ സെറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ആ ഒരു ഒഴുക്കിനൊപ്പം നീന്തി പോവുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അങ്ങനെ നീന്താതെ കുറച്ചൊന്ന് മാറി കുറച്ചൊന്ന് മല്ലിട്ട് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് പറ്റണം എന്നുള്ളതാണ്. അത് മാധ്യമങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, അതിപ്പോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങൾക്കും അങ്ങനെ പ്രോ പീപ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റിയാൽ, സർക്കാർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തുറന്നു പറയാൻ, എന്നിട്ട് ഇവിടെ ആളുകൾക്ക് വേണ്ടത് എന്താണോ ആ വിഷയത്തിൽ ഇടപെടാനായിട്ടുള്ള ഒരു തുടക്കം നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് എല്ലാം എടുത്ത് മാറ്റാൻ പറ്റില്ല, കാരണം നമ്മളൊരു പവർഫുൾ സംവിധാനമൊന്നും അല്ലല്ലോ, ജുഡീഷ്യറി അല്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗമോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റണം. അപ്പോൾ ഈ 4ാം തൂണ് എന്ന് പറയുന്നതിനും ചിലതൊക്കെ ചെയ്യാനുണ്ട്. അത് വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്. കാരണം ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്നത് ഈ മാധ്യമത്തിലേക്കാണ്. അവർ ഒരു നിയമ സംവിധാനത്തിന് പിന്നാലെ പോകുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം, അത് പുറത്തറിയണമെങ്കിൽ മാധ്യമം വേണം. സർക്കാരിനെ സമീപിക്കുമ്പോൾ അവിടെ കാര്യം നടന്നില്ലെങ്കിൽ അത് പുറത്തറിയണമെങ്കിൽ മാധ്യമം വേണം. അങ്ങനെ എത്ര ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.